ഹായ്, കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കടല നല്ല സ്പൈസിയും നല്ല സ്വീറ്റും ആയിട്ടുള്ളൊരു സ്നാക്സ് ഉണ്ടാക്കാം. വെറുതെ കടല അവിച്ചു കൊടുത്താൽ കുഞ്ഞുങ്ങൾ കഴിക്കില്ല. കുഞ്ഞുങ്ങളെല്ലാം വലിയവർക്കും ഇഷ്ടാവില്ല. ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവരും കഴിക്കും. ഇതാ ഒരു കുക്കർ എടുത്ത് തലേ ദിവസം കൂക്കാൻ വെച്ചിരുന്ന കടല ഒരു ബൗളുണ്ട്, അത് അതിലേക്ക് ഞാൻ ആഡ് ചെയ്തു. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് പാകത്തിന് ഉപ്പും ചേർത്ത് അടച്ചു വെച്ച് ഒരു 4 വിസിൽ വരുന്നവരെ വേവിക്കാം. ഇനി ഞാൻ ഇവിടെ ചോപ്പർ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സവാളയും മീഡിയം തക്കാളിയും അതിലേക്കിട്ട് അരിയാണ്. ചോപ്പർ ഇല്ലാത്തവർ നിങ്ങൾ നല്ല ചെറുതായി തക്കാളി സവാള അരിഞ്ഞെടുത്താൽ മതി. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി സവാളയും എണ്ണയിലേക്ക് ഇടാം. ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇത് നന്നായി ഒന്ന് വഴറ്റുക. തക്കാളിയും സവാളയും നന്നായി വെന്തുടയണം എന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയാൽ മതി. നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, ഇത് രണ്ടുമാണ് ഞാൻ പൊടിയായിട്ട് ചേർക്കുന്നത്, വേറെ ഒന്നും ഇതിൽ ചേർക്കുന്നില്ല. ഇനി 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് ഇത് നന്നായി ഒന്ന് വഴറ്റുക. തക്കാളി സവാളയും പഞ്ചസാരയിട്ട് മെൽറ്റായി നല്ല ഡ്രൈ ആയി വരുന്നത് വരെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇങ്ങനെ നന്നായി ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് കുക്കറിൽ കടല വെന്ത് കിടപ്പുണ്ട്. ആ കടലയെ ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. ഇതിലേക്കിട്ട് വീണ്ടും ഈ മസാലയായിട്ട് ആ കടലയെ നന്നായി യോജിപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കടല സ്വീറ്റ് ആൻഡ് സ്പൈസി ഇവിടെ തയ്യാറാണ്. എല്ലാവർക്കും ഇഷ്ടമാവും. ഇങ്ങനെ ഒരിക്കലെങ്കിലും ഉണ്ടാക്കി കഴിക്കണേ. പിന്നെ എൻ്റെ മക്കൾ എന്തെങ്കിലും ഒരു സാധനം ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ അവർക്ക് കൊടുക്കാമെന്നുള്ള രീതിയിൽ ഇതുപോലെ വെറൈറ്റി എന്തെങ്കിലും ചെയ്ത് അവർക്ക് ഇഷ്ടമില്ലാത്തത് ഞാൻ അവരെ കൊണ്ട് കഴിപ്പിക്കും. ഇങ്ങനെ ഏതെങ്കിലും അമ്മമാരുണ്ടോ? ഉണ്ടെങ്കിൽ അതും കമൻറ്റായി അറിയിക്കുക. എന്നെ ഇതുവരെയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി.